നമസ്കാരം. ബ്രാൻഡ് പ്രൊഡക്ഷന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രാൻഡ് പ്രൊഡക്ഷൻ എന്നത് പൂർണ്ണമായി അഡ്വർടൈസിംഗ് ക്യാമ്പയിൻസിനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യൻ പരസ്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയ ബജാജിന്റെ ഒരു ക്യാമ്പയിനെ കുറിച്ചാണ്. ये ज़मीं ये आसमां, हाँ ये ज़मीं ये आसमां, हमारा कल हमारा आज, हमारा कल हमारा आज, बुलंद भारत की बुलंद तस्वीर, हमारा बजाज बुलंद भारत की बुलंद तस्वीर, हमारा बजाज 80s കിഡ്സിനും 90s കിഡ്സിനും അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ചെറുപ്പക്കാർക്കും എല്ലാം കൃത്യമായി ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് ബജാജ് ചേതക്കിന് വേണ്ടിയിട്ട് ലിൻഡാസ് അണിയിച്ചൊരുക്കിയ ഹമാര ബജാജ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു. 1980കളിൽ ബജാജ് ചേതക് എന്ന സ്കൂട്ടർ ഇന്ത്യൻ നിരത്തുകളിലെ രാജാവായിരുന്നു. ആ സമയത്ത് ഓരോ മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും അല്ലെങ്കിൽ ഓരോ മധ്യവർഗ ഫാമിലിയുടെയും സ്വപ്നമായിരുന്നു ചേതക് എന്നത്. അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും അന്നത്തെ നിയമങ്ങളുടെ നൂലാമലുകൾ കൊണ്ടും വർഷങ്ങളോളം തന്നെ ഇത് ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു കസ്റ്റമേഴ്സ്. മഹാറാണ പ്രതാപിന്റെ വാർഹോഴ്സിന്റെ പേരായിരുന്നു ചേതക് എന്നത്. 88-89 സമയമായപ്പോഴത്തേക്ക് നമ്മുടെ വാഹന മാർക്കറ്റ്, ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് ഫോറിൻ കൊളാബറേഷൻസ് വരാൻ തുടങ്ങി. ജപ്പാനിലെ വലിയ പേരായിരുന്ന ഹോണ്ടയുമായിട്ട് ഹീറോ കൊളാബറേഷനിൽ ഏർപ്പെടുകയും പിന്നീട് കൈനറ്റിക്കും ഹോണ്ടയുമായിട്ട് കൊളാബറേഷനിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹീറോ ഹോണ്ടയുടെയും കൈനറ്റിക് ഹോണ്ടയുടെയും സ്കൂട്ടറുകൾ നിരത്തിലിറങ്ങി. ഹീറോ ഹോണ്ടയും കൈനറ്റിക് ഹോണ്ടയും പുതിയ സ്പെക്കുകളും ഇന്ധനക്ഷമതയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്തു. ചേതക്കിന്റെ മാർക്കറ്റ് ഷെയർ പതിയെ കുറഞ്ഞു വരാൻ തുടങ്ങി എന്ന് ബജാജ് തിരിച്ചറിഞ്ഞു. അതിനെ തുടർന്ന് ബജാജ് പ്രശസ്തമായ ലിൻഡാസ് ആഡ് ഏജൻസിയെ സമീപിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ പറയുന്ന പുതിയ ക്യാമ്പയിന്റെ തുടക്കമാവുന്നത്. വാഹനത്തിന്റെ സ്പെക്കുകളോ സവിശേഷതകളോ ഒന്നും മുന്നിൽ വെക്കാതെ ഒരുതരം ഇമോഷണൽ ബ്രാൻഡിംഗ് എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് അവർ പോയത്. നാഷണാലിറ്റിയും പാട്രിയോട്ടിസവും സ്വത്വബോധവും ഒക്കെ മിക്സ് ചെയ്ത് ഓരോ ഇന്ത്യക്കാരനും സ്വന്തമെന്ന് കരുതാവുന്ന ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്കുള്ള ഒരു ക്യാമ്പയിനാണ് അവർ പ്ലാൻ ചെയ്തത്. ഈ പരസ്യത്തിന്റെ കോൺസെപ്റ്റ് പരസ്യരംഗത്തെ ഇപ്പോഴത്തെ അധികായനായ രാഹുൽ ഡിക്കുനയുടെ ആയിരുന്നു. ഡയറക്ടർ സിനിമാ സംവിധാനമായിരുന്ന സുമന്ത്ര ഘോഷാലായിരുന്നു. ചേതക് ഒരിക്കലും ഒരു എലീറ്റ് ക്ലാസ്സിന് വേണ്ടിയുള്ള വാഹനമായിരുന്നില്ല. മധ്യവർഗ സമൂഹത്തെ, മിഡിൽ ക്ലാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചേതക് നിരത്തിൽ ഇറക്കിയിരുന്നത്. അപ്പോൾ ആ ലക്ഷ്യം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ ക്യാമ്പയിനും അതിന്റെ വിഷ്വലൈസേഷനും അവർ പൂർത്തിയാക്കിയത്. അതിപ്രശസ്തമായ ഹമാര ബജാജ് എന്നുള്ള 30 സെക്കൻഡ് നീളുന്ന ജിംഗിൾസ് അണിയിച്ചൊരുക്കിയത് ഇന്ത്യയുടെ ജാസ് രാജാവായിരുന്ന ലൂയിസ് ബേക്സ് ആയിരുന്നു. അതിന്റെ ലിറിക്സ് എഴുതിയത് ജേകൃത് റാവത്ത് ആയിരുന്നു. ഈ ആക്യാമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ പെയ്ഡ് മോഡൽസിനെ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള സാധാരണക്കാരും മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തായിരുന്നു ഈ പരസ്യത്തിൽ അവർ അഭിനയിപ്പിച്ചത്. ഒരു സാധാരണക്കാരൻ കൽക്കട്ടയിലെ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങി അതിൽ പേപ്പറിൽ പൊതിഞ്ഞ് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു കുടുംബം, 3-4 പേരടങ്ങിയ ഒരു കുടുംബം, അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബം വളരെ സുഖകരമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്കൂട്ടറിൽ ചേതകിൽ പോകുന്ന രംഗങ്ങൾ. അതുപോലെ തന്നെ ഒരു ലേഡി സ്കൂട്ടർ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ആ സമയത്തൊന്നും സ്ത്രീകൾ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്നത് ഒരു സുലഭമായ കാഴ്ച ഒന്നായിരുന്നില്ല. ബുലന്ദ് ഭാരത് കാ ബുലന്ദ് തസ്വീർ ഹമാര ബജാജ്, ശക്തിയായ ഇന്ത്യയുടെ ശക്തിയായ നേർചിത്രം നമ്മുടെ ബജാജ് എന്ന രീതിയിലായിരുന്നു ആ വരികൾ വന്നിരുന്നത്. നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സ്വന്തം ബ്രാൻഡ് എന്നൊരു ഐഡന്റിറ്റി ചേതക് ആ ക്യാമ്പയിനിൽ കൂടെ നേടിയെടുക്കുകയുണ്ടായി. ക്യാമ്പയിൻ പതിറ്റാണ്ടുകളോട് മുന്നോട്ട് പോയി. ആ സമയത്തെ കുട്ടികൾക്കായാലും ചെറുപ്പക്കാർക്കായാലും എല്ലാവർക്കും ഈ ജിംഗിൾ കാണാപ്പാടമായിരുന്നു, ഹമാര ബജാജ് എന്നുള്ളത്. പിന്നീട് 2001 സിനിമാ സംവിധായകനായ ബാൽക്കി ഇതിന്റെ ഒരു സെക്കൻഡ് വേർഷൻ ഇറക്കുകയുണ്ടായി. അത് പൾസറിന്റെ ക്യാമ്പയിന് വേണ്ടിയിട്ടായിരുന്നു. അതും വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ബജാജ് ചേതക് സ്കൂട്ടറിന് വേണ്ടി ഇറക്കിയ ഈ ക്യാമ്പയിൻ ബജാജിന്റെ ഒരു മൊത്തം ഒരു ആനന്ദമായി മാറുകയായിരുന്നു. ഇപ്പോഴും 2-3 ജനറേഷൻസിന് ഇതൊരു വലിയ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. 2013 വേറൊരു സംഭവം ഉണ്ടായി. ഒരു ബോളിവുഡ് സിനിമയ്ക്ക് ഹമാര ബജാജ് എന്ന പേരിടുകയുണ്ടായി. ഇതിനെതിരെ ബജാജ് കോടതിയെ സമീപിക്കുകയും അവർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു. ഹമാര ബജാജ് എന്നുള്ള ജിംഗിളും ബജാജിന്റെ ഈ ക്യാമ്പയിനും ഇന്ത്യൻ പരസ്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. ജനങ്ങൾക്കിടയിലേക്ക് ഒരു ബ്രാൻഡിനെ എങ്ങനെ ഇമോഷണലി പ്ലേസ് ചെയ്യാമെന്ന് കൃത്യമായി കാണിച്ചു തന്ന ഒരു ക്യാമ്പയിൻ കൂടിയായിരുന്നു ഇത്. വേറൊരു ക്യാമ്പയിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബ്രാൻഡ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.